പാലേലെ മാണിക്യം എന്ന പേരിൽ ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗവും ജന്മഭൂമിയുടെ റെസിഡന്റ് എഡിറ്ററുമായ കെ. കുഞ്ഞിക്കണ്ണനാണ് ജന്മഭൂമി പത്രത്തിൽ ലേഖനമെഴുതിയത്. അരനൂറ്റാണ്ടിലധികമായി കേരളത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞും സഞ്ചരിച്ച ചരിത്രമാണ് കെ. എം. മാണിയുടേത്. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ തുണക്കാൻ ആളില്ലെന്ന് തിരിച്ചറിയാൻ കെ. എം. മാണിക്ക് സാധിച്ചിട്ടില്ലെന്ന് ലേഖനം കുറ്റപ്പെടുത്തുന്നു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ. എം. മാണിയെ ദേശീയ രാഷ്ട്രീയം ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ലേഖനത്തിലുണ്ട്. മകൻ ജോസ് കെ. മാണിയുടെ ഭാവി മുന്നിൽ കണ്ട് മാണി തീരുമാനമെടുക്കണമെന്നും ലേഖനം നിർദ്ദേശിക്കുന്നു. ആത്മാർത്ഥതയും അർപ്പണബോധവുമുള്ള നേതാവാണ് കെ. എം. മാണിയെന്നും ബജറ്റ് അവതരണത്തിൽ മാണിയുടെ മികവ് മറ്റാർക്കുമില്ലെന്നും ലേഖനത്തിൽ മാണിയെ പ്രകീർത്തിക്കുന്നു. കേരള കോൺഗ്രസിന് ശേഷം സംസ്ഥാന പാർട്ടി രൂപീകരിച്ച പല സംസ്ഥാനങ്ങളിലെയും നേതാക്കൾ മുഖ്യമന്ത്രിയായ കാര്യം ചൂണ്ടിക്കാട്ടുന്ന ലേഖനം പിന്നെന്തുകൊണ്ട് മാണിക്ക് മാത്രം മുഖ്യമന്ത്രി സ്ഥാനം അന്യമായെന്ന് ചോദിക്കുന്നു. രാഷ്ട്രീയത്തിന്റെ ഇടത്തോട്ടും വലത്തോട്ടും കണ്ണെറിയുന്നവരെ മാണി കാര്യമായി എടുക്കരുതെന്നും കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നും ലേഖനം പറയുന്നു. ചിലർ വരുമ്പോൾ ചരിത്രം തന്നെ മാറ്റിമറിക്കപ്പെടും എന്ന് പറഞ്ഞാണ് ലേഖനം അവസാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദേശാഭിമാനി ദിനപത്രത്തിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ മാണിയെ പ്രശംസിച്ചുള്ള ലേഖനം ഏറെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.